ഹേ ഡിയേഴ്സ്, അങ്ങനെ കോയമ്പത്തൂർ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ എന്താ പറയുക, ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ നല്ല വെയിൽ വന്നിട്ടുണ്ട്, പുറത്തിറങ്ങാനേ തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ വെയിലല്ല കേട്ടോ, ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വെയിലാണ്. പിന്നെ അപ്പത്തൊക്കെ തെങ്ങും തൊപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു മെമ്പറാണ് കേട്ടോ, പേര് ടിങ്കു എന്നാണ്. നല്ല രസമല്ലേ കാണാൻ, ചെവിയൊക്കെ നോക്കിക്കേ. അതുപോലെ നല്ല ബുദ്ധിയാണ് കേട്ടോ, ഒരു പട്ടിക്കുള്ള ക്യാരക്ടറല്ല, ആൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ഡോഗിയാണ്, നല്ല ഡോഗിയാണ്. പിന്നെ ഇനി ഉച്ചയ്ക്കുള്ള പ്രിപ്പറേഷൻസ് എന്താണെന്ന് പറഞ്ഞതാ, ചിക്കൻ കറിയും ചിക്കൻ ബിരിയാണിയൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാ മല്ലിയൊക്കെ വറുക്കുകയാണ്, മല്ലി പൊടിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളൂ, കാരണം പിള്ളേരും രണ്ടുപേരുള്ളതുകൊണ്ട് അവരുടെ പുറകെയും ഓടണം. അപ്പോൾ ഞാൻ ഓണിയൻ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ചിക്കനുള്ള മസാലയൊക്കെ നന്നായിട്ട് വഴറ്റി കഴുകിയ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ കറി റെഡി. ദെൻ പിന്നെ ഇത് ബിരിയാണിക്കുള്ള മസാലയാണ് കേട്ടോ. അപ്പം എണ്ണയൊക്കെ ഒഴിച്ച് സ്പൈസസൊക്കെ ഇട്ടിട്ട് നമ്മുടെ വലിയുള്ളി, പിന്നെ എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ പച്ചമുളകൊക്കെ ചതച്ച് ചേർത്തിട്ട് തക്കാളി വലിയുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ടോ. അത് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മുടെ കഴുകിയ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്രത്തോളം നമ്മളിത് വഴറ്റിയെടുക്കുന്നോ അതിനത്രയും ടേസ്റ്റ് കൂടും ബിരിയാണിക്ക്. നമ്മൾ നന്നായിട്ട് വഴറ്റുന്നത് ഇതിൻ്റെ രുചി കൂട്ടുന്നതാണ് കേട്ടോ പറയണത്. അപ്പോൾ നല്ലപോലെ വഴറ്റി ചിക്കനൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സംഭവം 1.5 കിലോ അരിയാണ് നമ്മൾ എടുക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ കുറച്ച് ഉപ്പും കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ കുറച്ച് ലെമൺ ജ്യൂസും പിന്നെ കുറച്ച് തൈരും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തിള വരുമ്പോൾ അരി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഇത് എന്താ പറയുക, നാട്ടിൽ ജീരകശാല എന്നൊക്കെ പറയുന്ന അതുപോലത്തെ അരിയാണ്, ഇവിടെ വേറെന്തോ പേരാ പറയാൻ തോന്നുന്നു. അതൊക്കെ ചെറിയ അരി അതൊക്കെ ഇട്ടിട്ട് കുറച്ചൊരു 2-3 സ്പൂൺ നെയ്യും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി നമ്മളത് അടച്ച് വെച്ച് വേവിച്ചാൽ നമ്മുടെ ബിരിയാണി റെഡിയാണ്. പിന്നെ അത് ദമ്മിട്ടിരിക്കുന്നത് അടിയിലൊരു നല്ല കട്ടിയുള്ള പാന് വെച്ചിട്ട് അങ്ങനെയാണ് ഇത് ഒന്ന് ജസ്റ്റ് കുറച്ച് സമയം അടച്ച് വെച്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് സൂപ്പർ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ബൈ.